നെക്സ്റ്റ് ഓൺ റിപ്പോർട്ടർ. മലപ്പുറത്ത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടൊരുക്കിയ ലഹരി കേന്ദ്രം പോലീസ് തകർത്തു. വാസുപ്പടിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് ഈ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. നാട്ടുകാർ സംശയം അറിയിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി കേന്ദ്രം കണ്ടെത്തിയത്. 685 ഗ്രാം കഞ്ചാവും പുകവലിക്കാൻ ഉപയോഗിക്കുന്ന 3 ഫർണസുകളും പോലീസ് കണ്ടെടുത്തു. തിരുനാവായ സ്വദേശി മുഹമ്മദ് ദിൽഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സോണൽ കൃഷ്ണയോട് വിവരങ്ങൾ ചോദിക്കാം. സോണൽ, നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു. ഒരു ന്യൂജൻ ലഹരി സങ്കേതം. അവിടെ ആർക്കും വരാം, ലഹരി ഉപയോഗിക്കാം, ലഹരി വിൽക്കാം, ലഹരിയുടെ എല്ലാ ഇടപാടുകളും നടത്താം. ഇപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പോലീസ് ഇത് കണ്ടെത്തുന്നത്. അത് തന്നെ വലിയൊരു വീഴ്ചയാണ്. യഥേഷ്ടം ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചത്? എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു? അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും അവിടെ എത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുമോ? കഴിഞ്ഞ വെള്ളിയാഴ്ച കുറ്റിപ്പുറം തങ്ങൾപ്പടി പ്രദേശത്ത് നടന്നൊരു അപകടത്തിന് പിന്നാലെയാണ് ആ പ്രദേശത്തെ നാട്ടുകാർക്ക് ഈ ലഹരി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ രൂപപ്പെടുന്നത്. പിന്നാലെ അവർക്ക് തോന്നിയ സംശയങ്ങൾ അവരത് കുറ്റിപ്പുറം പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെ ആ പോലീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഈ സംഭവ പ്രദേശത്ത് പരിശോധന നടത്തുമ്പോഴാണ് അവിടെ ഈ വാടക ക്വാർട്ടേഴ്സിൽ നടക്കുന്നത് ഒരു ലഹരി കച്ചവടവും ലഹരി ഉപയോഗവുമാണ് എന്ന് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സാധാരണ ഒരു ക്വാർട്ടേഴ്സ് വാടകയ്ക്കെടുത്ത് അവിടെ താമസമാണ് വിദ്യാർത്ഥികൾ എന്നുള്ളതായിരുന്നു ആ പരിസര പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ വിചാരിച്ചിരുന്നത്. ആ സമീപ പ്രദേശത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വന്നു പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ടാകാം എന്നുള്ളതായിരുന്നു പ്രദേശവാസികളുടെ ഒരു നിഗമനം. പക്ഷേ അതെല്ലാം തെറ്റിക്കുന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. അങ്ങനെ ആ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തോന്നിയ സംശയം അത് സ്ഥിരീകരിക്കുന്ന സ്ഥിതിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ ചെന്ന് കടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അങ്ങനെ ഈ ക്വാർട്ടേഴ്സിലേക്ക് എത്തി ഈ പ്രത്യേക റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള ആ പ്രവേശന ഡോറിന് മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് സ്വർഗം എന്നാണ്. കാരണം സ്വർഗമായിട്ടാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവർ ഈ ഒരു കേന്ദ്രത്തെ കണ്ടിരുന്നത്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ അവരെ പേടിപ്പെടുത്തുന്ന പല ചിത്രങ്ങളും പല വാക്യങ്ങളും ആ ചുമരുകളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആധുനിക രീതിയിൽ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും ഉപകരണങ്ങളും അവിടെ നിന്ന് പോലീസിനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള മദ്യക്കുപ്പികൾ ആ വീട്ടിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നൂതന രീതിയിൽ ഏതൊക്കെ തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ഇത്തരത്തിൽ ലഹരി എത്തിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ആ മുറിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായൊരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം, പോലീസ് നടത്തണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. പ്രാഥമിക ഘട്ടമെന്ന രീതിയിൽ ഇപ്പോൾ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുനാവായ സ്വദേശിയായിട്ടുള്ള ഒരാളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ ആദ്യഘട്ടത്തിൽ അവിടെ പരിശോധനയ്ക്കായി എത്തിയപ്പോഴും ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇതിന് പുറകിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആ ക്വാർട്ടേഴ്സിൽ വിദ്യാർത്ഥികളെത്തി അവിടെ വെച്ച് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്, അവിടെ വെച്ച് വിൽപ്പന നടത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വിവിധ തലത്തിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അവരെ ലഹരിക്ക് അടിമയാക്കിക്കൊണ്ട് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഈ ലഹരിയുടെ കണ്ണികൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പുറകിലുള്ളവരെ കൂടി കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ശരി സോണൽ, അപ്പോൾ സ്വർഗത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇക്കൂട്ടർ ഈ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നത്. പക്ഷേ നാളെ നിങ്ങൾക്കൊരു നരക ജീവിതം സമ്മാനിക്കാനേ ഈ ലഹരി ഉപയോഗപ്പെടൂ എന്നുള്ളത് പലപ്പോഴും ഈ യുവത്വം തിരിച്ചറിയുന്നില്ല. ഒരുപാട് റിപ്പോർട്ടുകൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയായി വരുന്നുണ്ട്. യുവാക്കളെയും അതോടൊപ്പം വിദ്യാർത്ഥികളെയും പെൺകുട്ടികളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ലഹരി മാഫിയ കേരളത്തിലേക്ക് വലിയ തോതിലാണ് രാസലഹരി അടക്കം ഒഴുക്കുന്നത്. അപ്പോൾ ഉറപ്പായും പോലീസിന്റെ എക്സൈസ് സംവിധാനങ്ങളുടെ, മാതാപിതാക്കളുടെ, നാട്ടുകാരുടെ, അതോടൊപ്പം അധ്യാപകരുടെ ഒക്കെ കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവണം. നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ കുട്ടികളിലേക്കും, ഓരോ യുവാക്കളിലേക്കും, വിദ്യാർത്ഥികളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്.